ഹലോ, നമുക്കിന്ന് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് റാപ്പ് ചെയ്താലോ? നല്ല വൃത്തിക്ക് റാപ്പ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. കാരണം ഒരു 6-7 വർഷമെങ്കിലായി കാണും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട്. കഴിഞ്ഞ വർഷം കോളേജിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ വർഷമാണ് നമ്മളിനി ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു പേപ്പർ എടുത്തു, അത് 2 സൈഡിലോട്ടും മടക്കി നമ്മൾ ഗ്ലൂ തേക്കാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സെലോ ടേപ്പ് യൂസ് ചെയ്യുന്നില്ല, ഗ്ലൂ തന്നെ വെച്ചാണ് മൊത്തത്തിൽ ചെയ്യുന്നത്. കാരണം സെലോ ടേപ്പിനേക്കാളും കുറച്ചും കൂടെ വൃത്തി ഗ്ലൂ ചെയ്യുമ്പോഴാണ്, പക്ഷേ ഉണങ്ങാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അങ്ങനെ ആ 2 സൈഡും ഒട്ടിച്ചത് ഉണങ്ങിയ ശേഷം താഴത്തെ ഭാഗത്തു നിന്ന് മേലോട്ട് മടക്കി ഒരു വി ഷേപ്പിലാക്കണം. കാരണം നമ്മളൊരു കവർ ഉണ്ടാക്കുന്ന പോലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 സൈഡും മടക്കി നമ്മൾ ഗ്ലൂ ഒക്കെ തേക്കാണ്. കാരണം സെലോ ടേപ്പിനേക്കാളും ഞാൻ പറഞ്ഞല്ലോ വൃത്തി നമ്മൾ ഗ്ലൂ തേക്കുമ്പോൾ തന്നെയാണ്. പക്ഷേ ഉണങ്ങിയെടുക്കാൻ കുറച്ചധികം സമയം എടുക്കും. കാരണം അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ഇടുമ്പോൾ അത് കീറിപ്പോവും. അങ്ങനെ 2 സൈഡ് നമ്മൾ ഗ്ലൂ ഒക്കെ തേച്ച് സെറ്റാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ ബാഗ് അത്യാവശ്യം റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് അതിനകത്ത് ഓരോ ഗിഫ്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ കേക്കാണ് വെക്കുന്നത്. കാരണം ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കേക്ക് വെച്ചു, പിന്നെ നമ്മളൊരു ക്രിസ്മസ് കാർഡ് വെച്ചു, പിന്നെ ഒരു കമ്മൽ വെച്ചു, പിന്നെ ആണെങ്കിലും ഒരു ക്രിസ്പലോണ മുട്ടായി വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ. കാരണം നമുക്കൊരു ബഡ്ജറ്റ് നേരത്തെ നമ്മൾ കോളേജിൽ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്ത് വെച്ചു. അത്യാവശ്യം താഴോട്ട് മടക്കി മടക്കി വെക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം ഒരു ഭംഗിയൊക്കെ വേണ്ടേ കൊടുക്കാൻ. അങ്ങനെ 2 സൈഡിൽ നമ്മൾ പിന്നെ സ്റ്റാപ്ലർ ചെയ്താണ് കൊടുക്കുന്നത്. റിബൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അലങ്കോലപ്പണി ഇതിനകത്ത് ചെയ്ത് വെക്കണം. അങ്ങനെ ഫൈനലി നമ്മുടെ ഗിഫ്റ്റ് റെഡിയായി. അതിനകത്ത് ജസ്റ്റ് ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി വെച്ചു. പിന്നെ ആണെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനും കാർഡൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.